ഹലോ ചക്രകളെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ, നല്ല രീതിയിലുള്ളൊരു തിളക്കമുള്ള ഒരു മുഖം, പ്രത്യേകിച്ച് മുഖചർമ്മം, അതുപോലെ തന്നെ തിളക്കമുള്ള മുഖവും പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും ഒന്നുമില്ലാതെ, റിങ്കിൾസ് ഒന്നുമില്ലാതെ. എത്ര പ്രായമായാലും നമ്മുടെ മുഖത്തൊന്നും റിങ്കിൾസ് വരരുത്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ. പക്ഷെ നമുക്ക് പ്രായമായി 10, 60, 70 വയസ്സൊക്കെ ആയാലും എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അയ്യോ എൻ്റെ മുഖത്ത് ചുളിവ് വരരുത്, അല്ലെങ്കിൽ എൻ്റെ മുടി പൊഴിഞ്ഞു പോകരുത്, എൻ്റെ കളറ് കുറഞ്ഞു പോകരുത്, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പുറമേ എല്ലാവരും അതൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. ആരും കള്ളം പറയണ്ട, എനിക്കറിയാം. അപ്പം എന്തായാലും നമുക്കിന്ന് ഗ്ലിസറിൻ നമ്മുടെ മുഖത്തെ ചുളിവ് കുറയ്ക്കാനായിട്ടും നല്ല തിളങ്ങുന്നൊരു ചർമ്മം കിട്ടാനായിട്ടും അതുപോലെ തിളങ്ങുന്നൊരു മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഗ്ലിസറിൻ തേക്കാം. പക്ഷേ ഗ്ലിസറിൻ തേക്കേണ്ട ഒരു രീതിയിൽ തേച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂ. അതുപോലെ നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറായിട്ട് വെക്കാനായിട്ടും ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഗ്ലിസറിൻ ഒരുപാട് നല്ലതാണ്. അവരുടെ ആ ഒരു ഡ്രൈ സ്കിന്ന് മാറി മാറി വന്നിട്ട് നല്ല രീതിയിലുള്ളൊരു തിളക്കവും അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയ്സ്ചർ നിലനിർത്തും. നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി സ്കിന്നാക്കും, ഓയിലി ആക്കി മാറ്റും. അവരുടെ സ്കിന്ന് നല്ലൊരു ഓയിലി ആക്കി മാറ്റും ഈ ഒരു ഗ്ലിസറിൻ. അപ്പം നമ്മുടെ ഗ്ലിസറിൻ നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഗ്ലിസറിൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഒട്ടുമിക്ക ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലും നമ്മുടെ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം മിക്കവർക്കും അറിയാം, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കരുത്. മെയിനായിട്ടും ഫേസിൽ, നമ്മുടെ കയ്യിലൊക്കെ ഇച്ചിരി ഉപയോഗിച്ചാലും ഫേസിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർ ഗ്ലിസറിൻ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ആ ഒരു ഓയിലി ആയി പോവും, അവരുടെ സ്കിന്ന് നന്നായിട്ട് ഓയിലി ആയി പോവും. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു കോട്ടണിൽ കുറച്ച് മുക്കി അപ്ലൈ ചെയ്താലും വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയും ഗ്ലിസറിൻ ഒരിക്കലും ഡയറക്റ്റ് തേക്കരുത് എന്ന്. അപ്പോൾ ഗ്ലിസറിൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു മുഖ സൗന്ദര്യം വർദ്ധിക്കാനായിട്ട്, അതുപോലെ മുഖത്തിന് തിളക്കമൊക്കെ കിട്ടാനായിട്ട് ഗ്ലിസറിൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം റോസ് വാട്ടർ എടുക്കാം. ഈ റോസ് വാട്ടർ നമ്മുടെ ചർമ്മത്തിലെ ചുളിവ് കുറയ്ക്കാനായിട്ടും നല്ലൊരു തിളക്കം കിട്ടാനായിട്ടും ടാൻ മാറാനായിട്ടും ഒരു ടോണറായിട്ടും ഒക്കെ നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റോസ് വാട്ടറും നമ്മുടെ ഗ്ലിസറിനും, ഇവിടെ ഞാൻ ഗ്ലിസറിൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചില പായ്ക്കുകളിലും അതുപോലെ തന്നെ സിറം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു നാച്ചുറലായിട്ടുള്ള സിറമൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിനകത്തും ഗ്ലിസറിൻ ചേർക്കാറുണ്ട്. അപ്പം ഞാൻ നാച്ചുറലായിട്ടുള്ള സിറം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു പകുതി നാരങ്ങ നീര് എടുക്കുക. അതിൻ്റെ ഒന്ന് നമ്മൾ പിഴിയുമ്പോൾ ഒരു ജ്യൂസ് എടുക്കുക ഒരു ബൗളിലോട്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. 1/4 ടീസ്പൂൺ മാത്രം ഗ്ലിസറിൻ എടുക്കുക. അതിനുശേഷം റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂണോളം എടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗ്ലിസറിന്, റോസ് വാട്ടർ, നാരങ്ങ നീര് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അത് കുപ്പിക്കകത്ത് സൂക്ഷിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഡെയിലി 3-4 ഡ്രോപ്സ് നമുക്കിങ്ങനെ ഫേസിൽ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വൈറ്റമിൻ സി സിറമായിട്ട് നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുക്കുക. കൈകൊണ്ടൊക്കെ ഒരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ മസാജ് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. ഓക്കെ. അല്ലാത്തവർ ഇപ്പം ഒരു ഡ്രൈ സ്കിന്നുകാർ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ മുഖത്തിട്ടതിന് ശേഷം അവർക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഇത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു നല്ലൊരു സ്കിന്നിലെ ആ ഒരു റിപ്പയർ ചെയ്ത് ശരിയാക്കും. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യും. അങ്ങനെ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പാളുകളിലൊക്കെ ചെന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു തിളക്കം കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കും. പക്ഷേ ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് ദിവസങ്ങളോളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മാസമൊക്കെ കൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഡ്രൈ സ്കിന്നുകാരുടെയൊക്കെ ഡ്രൈ സ്കിൻ നന്നായിട്ട് മാറി മുഖത്ത് നല്ല തിളക്കവും അതുപോലെ തന്നെയാണ് റിങ്കിൾസൊക്കെ കുറയുകയും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറായിട്ട് സ്കിന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഡ്രൈ സ്കിന്നുകാരുടെ ഒരു ചുളിവുകൾ പെട്ടെന്ന് വരാനുള്ള കാരണം അവരുടെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈർപ്പം നിലനിർത്താൻ നോക്കണം. ഒരു മോയ്സ്ചർ എപ്പോഴും മുഖത്തുണ്ടായിരിക്കണം. ശരീരത്തിലും മുഖത്തും ഒക്കെയാണ് ഒരു മോയ്സ്ചർ നിലനിർത്തണം. ചിലവരുടെ ഡ്രൈ സ്കിന്നുകാർക്ക് കൈയൊക്കെ ഭയങ്കര വരണ്ടിരിക്കുന്നതാണ്. അവരൊക്കെ നല്ലപോലെ ഓയിൽ തേച്ച് മസാജ് ചെയ്യാൻ മറക്കല്ലേ.
അപ്പം നമ്മളൊരു സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലേ? എന്താണ്, നമുക്കൊരു 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു, മുഖചർമ്മം നല്ല തിളങ്ങാനായിട്ട് സഹായിക്കുന്നു, ബ്രൈറ്റ്നസ് കൂടാൻ സഹായിക്കുന്നു, പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് ഗ്ലിസറിൻ മുഖം തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മുഖത്തിന് നല്ല നിറമൊക്കെ കിട്ടാനായിട്ട് ടാനൊക്കെ മാറാനായിട്ടുമൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേനാണ് കേട്ടോ. അപ്പോൾ തേൻ എല്ലാവർക്കും അറിയാം, നല്ലൊരു മോയ്സ്ചർ നൽകുന്ന, സ്കിന്നിലൊക്കെ നല്ലതായിട്ട്, അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോയ്സ്ചർ നൽകുന്നൊരു സാധനമാണ് നമ്മുടെ ഹണി. അതുപോലെ തന്നെ ഒരുപാട് പണ്ടുകാലം മുതൽക്കേ ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു സാധനമായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകാറുണ്ട്. മെഡിസിനായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകാറുണ്ട്. പൊള്ളലേൽക്കുമ്പം പൊള്ളലേറ്റ ഭാഗത്ത് തേൻ പുരട്ടാറുണ്ട്. പിന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ തേൻ പുരട്ടാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് പാടുകളും കലകളും കുറയ്ക്കാനായിട്ട് തേൻ പുരട്ടാറുണ്ട്. അങ്ങനെ പല പല പച്ചമരുന്നുകളുടെ കൂട്ടത്തിൽ ഉള്ളിലോട്ട് കഴിക്കാനായിട്ട് ഒക്കെ നമ്മൾ തേൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുപരി നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും നല്ലൊരു മോയ്സ്ചറായിട്ട് നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് റിങ്കിൾസ് കുറയാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തേന്. അപ്പോൾ തേന് മിക്കവാറും വീടുകളിൽ കാണുമല്ലേ, ഇല്ലാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പം നമ്മൾ ഈ തേൻ എടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ എടുക്കുക, 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിൻ എടുക്കുന്ന അളവ് എപ്പോഴും കുറച്ചേ ആകാവുള്ളൂ, കൂടി പോരുത്. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, കുറച്ച് അലോവേരയുടെ ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് തേന്, ഗ്ലിസറിന്, അലോവേര ജെല്ല്, ഈ 3 സാധനവും നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുഖചർമ്മം തിളങ്ങാനായിട്ടും മുഖത്തെ ആ ഒരു ഫൈൻ ലൈൻസ് ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ടും അതുപോലെ തന്നെ പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ടും ഒക്കെ ഉള്ള കഴിവ് ഈ 3 സാധനത്തിനുമുണ്ട്. എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാനായിട്ട് ഇതിന് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം നന്നായിട്ട് 2 കാര്യങ്ങളും ചെയ്യുമ്പോൾ മുഖം നന്നായിട്ട് കഴുകിക്കളയണം. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ക്രീമുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കഴുകിക്കളഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നല്ല ചൂടുള്ള സമയമാണല്ലോ, അപ്പം നമ്മളെന്താണ് പുറത്തോ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്തു, കഴുകിക്കളഞ്ഞു, പുറത്തോട്ട് പോയി, അതിന് യാതൊരു ബലവും നമുക്കുണ്ടാകത്തില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തോട്ടൊക്കെ പോകേണ്ട കാര്യമുണ്ടോ, അതെല്ലാം കഴിഞ്ഞ ശേഷം പുറത്തോട്ട് പോയാലും ഇല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് ഇതെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഫേസിൽ നമ്മൾ ചെയ്തു, മസാജൊക്കെ ചെയ്തു, 20 മിനിറ്റ് ഇരുന്ന് കഴുകിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിലുള്ള ഒരു വെയിലൊന്നും കാര്യങ്ങളും കൊണ്ട് നമ്മൾ കിടന്നുറങ്ങുമല്ലേ. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഉറക്കത്തിൽ. ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ പല റിപ്പയറിങ്ങും നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യം നമ്മൾ എന്തെങ്കിലും ഡോക്ടർമാർ ഇപ്പോൾ ഒരു ക്രീം ആപ്ലിക്കേഷൻ ചെയ്താൽ അവരെന്താ പറയുന്നത്, നിങ്ങൾ കിടക്കാൻ നേരത്തെ ഈ ക്രീം തേച്ചിട്ട് കിടക്കാനല്ലേ പറയത്തുള്ളൂ. അത് എന്തുകൊണ്ടാണ്, സ്കിന്നിനെ റിപ്പയർ ചെയ്യുന്ന രാത്രിക്ക് ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് തൂത്തുകളയോ വേർക്കുകയോ ഒന്നും ചെയ്യത്തില്ല, നല്ല രീതിയിൽ സ്കിന്നിലോട്ട് അബ്സോർവ് ആകും. അപ്പോൾ എന്താണ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം ഫസ്റ്റ് പറഞ്ഞ കാര്യം നമ്മൾ എന്താണ് ഇട്ടുകൊണ്ട് നമുക്ക് കിടക്കാം. ഡ്രൈ സ്കിന്നുകാർ ഇട്ടുകൊണ്ട് കിടന്നാൽ മതി, ഓയിലി സ്കിന്നുകാർക്ക് കഴുകിക്കളയാം. രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മൾ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. രണ്ടും ചെയ്യുമ്പോൾ പ്ലെയിൻ വാഷ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ നമ്മുടെ ഒരു പിന്നെന്താ പറയുക ഫേസ് വാഷോ ഒന്നും ഇട്ട് യൂസ് ചെയ്യേണ്ട, പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, ഒരു 4-5 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു ഏജ് കഴിഞ്ഞവർ, അതായത് ഒരു 40+ കഴിഞ്ഞവരൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ചെയ്യുക. ഏറ്റവും നല്ലതാണ്. റിങ്കിൾസ് കുറയാനായിട്ടും ഫൈൻ ലൈനൊക്കെ മാറാനായിട്ടും മുഖത്ത് തിളങ്ങാനായിട്ടും ടാൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനായിട്ടും ചുളിവുകൾ വരാതിരിക്കാനായിട്ടും എല്ലാം ഒത്തിരി നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗ്ലിസറിൻ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ തേക്കാം, ഒരു കുഴപ്പവുമില്ല. അലോവേര ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഹണിയും മിക്സ് ചെയ്ത് ഗ്ലിസറിനും മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരണ്ട ചർമ്മം ഉള്ളവർക്ക് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വരണ്ട ചർമ്മം മാറാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ നല്ല വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തോ ഒക്കെ നമ്മുടെ ദേഹത്ത് ഒത്തിരി വരണ്ട ചർമ്മമുള്ളവർ തേക്കുന്നതും നല്ലതാണ്. എന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ബേബി സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുപയർ പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കളഞ്ഞാലും വരണ്ട ചർമ്മക്കാർക്ക് ഒത്തിരി നല്ലതാണ്.
അപ്പം ഗ്ലിസറിൻ എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ചോദിക്കും, ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഏതാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്കെല്ലാം ചെയ്യാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മുടെ സ്കിന്നിന് ഏതാ സ്യൂട്ടാവുന്ന അത് സെലക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തുക. നിങ്ങൾക്ക് അവിടെ ചൊറിച്ചിലോ അലർജിയോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. മാറി 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 ഉപയോഗിക്കാം. നിങ്ങൾ കാണുന്നതല്ലേ, ഞാൻ എൻ്റെ ഫേസിൽ തന്നെയല്ലേ ഓരോ കാര്യങ്ങളും മാറി 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 ചെയ്ത് കാണിക്കുന്നത്. അത് നിങ്ങൾ തന്നെ കാണുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദൂഷ്യവുമില്ല. പക്ഷേ ഇതിൽ അലർജി പ്രശ്നം ഉള്ളവർ, സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ഗ്ലിസറിൻ എങ്ങനെയാണ് മുഖചർമ്മം തിളങ്ങാനായിട്ട്, റിങ്കിൾസ് കുറയാനായിട്ട് സഹായിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.